ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് വിശേഷം? കുറേ നാളായി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ട്. സ്പ്രിങ് തകർക്കുകയാണ്. ഇവിടെ നിറയെ പൂക്കളാണ്, പൂക്കളുടെ ആഘോഷമാണ്. ഞാൻ എന്നും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, സമയമില്ല, ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, തിരക്കാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റി പറയുന്നുണ്ട്. അത്ര തിരക്കുണ്ട്, എന്നാലും എനിക്ക് കുറേശ്ശെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടൈം. സോ അതുകൊണ്ടൊന്ന് 2 minutes നേരത്തെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. എന്നും നേരം വൈകിട്ടാണ് ഇറങ്ങുന്നത് സ്കൂളിലോട്ട്. ഇന്ന് ഞാൻ കുറച്ച് 2 minutes നേരത്തെ ഇറങ്ങി. എന്താണ് ഈ മരം ഉണങ്ങിപ്പോയതെന്ന് അറിയില്ല കേട്ടോ. ബാക്കിയെല്ലാം തളിർത്ത് പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മരം ഉണങ്ങിപ്പോയി. അത് മാത്രമല്ലല്ലോ, വേറെയും ചില മരങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായിട്ടല്ല നിൽക്കുന്നത്. സമ്മർ നന്നായിട്ട് ബാധിച്ചു എന്ന് തോന്നുന്നു. സമ്മറല്ല, വിൻ്ററിലാണ് ഇലയൊക്കെ കൊഴിഞ്ഞു പോയത്. അത് നന്നായിട്ട് ബാധിച്ചു എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ്? കുറേ ആയി ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വന്നിട്ട്. കണ്ടോ, സ്പ്രിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ. സാധാരണ ഇത് ഓണത്തിൻ്റെ സമയത്താണ് എനിക്ക് ഈ പൂക്കൾ കിട്ടാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഓണത്തിന് ഈ പൂക്കളായിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ മിക്കവാറും കുറേ ആയി എല്ലാ സമയത്തും ഞാനിതിൽ പൂക്കൾ കാണുന്നതാണ്. പൂവില്ലാതെ വളരെ റെയറായിട്ട് കണ്ടുള്ളൂ. നമ്മുടെ കുങ്ങിനി പൂക്കൾ എല്ലാ വീഡിയോയിലും ഞാൻ പൂക്കളുടെ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കിത് മാത്രമേ സബ്ജക്റ്റുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഇതെനിക്കൊരു വലിയ സബ്ജക്റ്റാണ്. ഫ്ലവേഴ്സ് അതാ സൈഡിൽ മാത്രം ഒറ്റയ്ക്കൊരു യുക്കാലിപ്സ് അല്ല ഈ മരം, പക്ഷേ യുക്കാലിപ്സിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു മരമാണ്. ഒറ്റയ്ക്കൊരാൾ നിൽക്കുന്നുണ്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരു മരം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇന്ത്യൻ മരമാണ്. കുറേ സമയത്ത് ഞാൻ വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷെ കാണുമ്പോൾ ഞാൻ അപ്പോഴും നിങ്ങളെ ഓർക്കും, അയ്യോ ഇതെല്ലാം വീഡിയോ എടുക്കേണ്ടതല്ലായിരുന്നോ എന്നുള്ളൊരു നഷ്ടബോധം അപ്പോൾ തോന്നും. ജസ്റ്റ് മിസ്ഡ് അതൊക്കെ. നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നത്, നല്ല കൗതുകമൊക്കെ തോന്നുന്ന പോലത്തെ പൂക്കൾ. പിന്നെ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ന്യൂസൊക്കെ? ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ, ഞാനിപ്പോൾ അങ്ങനെ ന്യൂസ് റെയറായിട്ടൊക്കെ നോക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ്. എന്താ അതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം ന്യൂസ് ഞാൻ വളരെ കുറവാണ് കാണാറുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി എടുത്ത ന്യൂസിൽ എന്തോ ശബരിമലയിൽ സ്വർണം പോയതിൻ്റെ പറ്റിയൊക്കെയാണ് ന്യൂസ് കണ്ടത്. കാക്ക, നമ്മുടെ കാക്കയും ഓസ്ട്രേലിയൻ കാക്കയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടെ സൈസ് കൂടുതലുണ്ടെന്നുള്ളൂ. ഇരിക്കുന്നത് ഒറിജിനൽ യൂക്കാലിപ്സ് ആണ് കേട്ടോ. നേരത്തെ കാണിച്ചത് അതിൻ്റെ ഗ്രൂപ്പിലുള്ള റെഡ് ഫ്ലവേഴ്സാണ്. ഇത് ഒറിജിനൽ യൂക്കാലിപ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സാണ്.
വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു റോസപ്പൂ എത്തി നോക്കുന്നുണ്ട്. അവനെ നമുക്കൊന്ന് പിടിക്കാം. ഉണങ്ങിപ്പോയ മരത്തിലൊക്കെ ഇലകളൊക്കെ വന്നു തുടങ്ങിയല്ല നല്ലോണം വന്നു, പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഉണങ്ങിയിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്നാണ് നോക്കുക, വെരി ഫാസ്റ്റാണ്. ഇത്രയും ഇലകൾ വന്ന് നിറഞ്ഞു നിന്ന്, ഒറ്റ ഇല പോലും ഇല്ലാതെ ഇങ്ങനെ കമ്പ് മാത്രമായിട്ട് നിന്ന് മരങ്ങളായിരുന്നു. എനിക്കൊന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ട്, ഇപ്പോഴത്തേക്ക് നോക്കൂ, എനിക്ക് 1 or 2 months ആയിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോഴത്തേക്കും നിറയെ ഇലകൾ സീസൺ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട്. ഈ പൂക്കൾ ഇവിടെ ഇഷ്ടമാണ്. കുഞ്ഞൻ പൂക്കളായതുകൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. പിന്നെ പാസ് ചെയ്ത് പോകാൻ നേരത്തെ ഇത്ര പൂക്കൾ നിൽക്കുമായിരുന്നു. സ്പ്രിങ് ഇവിടെ തകർക്കുകയാണ്. ആറ്റുവഞ്ചിയൊക്കെ പോലെ നിൽക്കുന്നു ശരി. ആറ്റുവഞ്ചി പോലത്തെ പുല്ലുകൊണ്ട് നിറഞ്ഞു. ഇത് നമ്മുടെ കോളാമ്പി പൂവിനെ അനുസ്മരിപ്പിക്കുന്ന, എന്നാൽ കോളാമ്പി അല്ല, വേറെ ചില മഞ്ഞപ്പൂക്കൾ. മഞ്ഞ റോസാപ്പൂക്കൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. ഞാനിങ്ങനെ നോക്കി നിൽക്കും, എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പൂക്കളുടെയൊക്കെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളടുത്തേക്ക് വരുന്നതാണ്. അതുവരെക്കും ബൈ ബൈ, ടേക്ക് കെയർ.